ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് പേരയ്ക്ക കട്ട് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. ഇപ്പോഴൊക്കെയെന്ന് വെച്ചാൽ പേരയ്ക്ക ആ, നമ്മളിവിടെ ഫ്ലാറ്റിലാണേ താമസിക്കുന്നത്, അഹമ്മദാബാദിൽ. പേരയ്ക്ക നമുക്ക് മരത്തിൽ നിന്ന് പൊട്ടിച്ച് കഴിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുകയാണ് പതിവ്. അങ്ങനെ പേരയ്ക്ക എടുത്ത് കട്ട് ചെയ്തപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ, അതായത് പെരുന്നിനാകുളം അമ്പലം, പെരുന്നിനാകുളം എന്ന് പറഞ്ഞൊരു സ്ഥലം നമ്മളുടെ ഹിൽ പാലസ് കഴിഞ്ഞിട്ടുണ്ട്. തൃപ്പൂണിത്തുറ കഴിഞ്ഞ് ഹിൽ പാലസ് കഴിഞ്ഞ് പെരുന്നിനാകുളം, അവിടെയായിരുന്നു ഞങ്ങൾ താമസിച്ചത്. അപ്പം നമ്മളന്ന് അവിടെ വാടകയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. അപ്പം തൊട്ടടുത്ത് തന്നെ ഒരു പേരയ്ക്കാൻ മരമുണ്ട് കേട്ടോ. അപ്പം അവിടെയെന്ന് വെച്ചാൽ മേളിൽ ടെറസും ഉണ്ട്, പക്ഷേ സ്റ്റെപ്പില്ല കേട്ടോ. അതിന് പകരം ഒരു ഇരുമ്പിൻ്റെ ഏണിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് കയറാനൊക്കെ പേടിയുണ്ട്. പക്ഷേ അന്ന് പഠിക്കുന്ന എത്രയിലെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 5th 6th, ഓക്കെ, 5th 6th ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം ആ ടൈമിൽ എന്ന് വെച്ചാൽ എൻ്റെ പ്രായത്തിലുള്ള മിക്കവരും, ആൺകുട്ടിയായാലും പെൺകുട്ടികളായാലും മരം കയറ്റം കാണുമായിരിക്കും എന്നേ എനിക്ക് പറയാൻ പറ്റൂ. അപ്പം ആ ഇരുമ്പ് ഏണി അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് കയറിയിട്ട് മുകളിൽ ടെറസിലോട്ട് പിന്നെ വലിഞ്ഞു കയറണം കേട്ടോ. അങ്ങനെ കയറും. അപ്പോൾ ചില പേരയ്ക്കൊന്നും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ശാഖ ഇങ്ങോട്ട് കിടക്കുകയാണെങ്കിൽ അതിലൊന്ന് ചവിട്ടി മറ്റേ ശാഖയിലും നമ്മൾ ചവിട്ടിയിട്ട് ഒരുവിധം ചിലതൊക്കെ പഴുക്കാറായി കാണത്തില്ല, പിഞ്ചായിരിക്കും. പക്ഷെ എന്നാലും അതൊക്കെ ഇങ്ങനെ പിടിച്ച് കിടക്കുമ്പോഴത്തേക്കും വെറുതെ പൊട്ടിച്ച് ഒന്ന് കടിക്കും. കൊള്ളില്ലെങ്കിൽ അപ്പം തന്നെ തുപ്പിക്കളയും. പിന്നെ ഏതെങ്കിലും ചില ഒരവസരത്തിൽ ആ പേരയ്ക്ക കിട്ടുമ്പോഴത്തേക്കും താഴെ പോയി കഴുകി കട്ട് ചെയ്ത് കഴിക്കുക, അങ്ങനെ ഒരു പതിവും എനിക്ക് തോന്നുന്നില്ല പണ്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം, പിള്ളേർ സെറ്റ്. അപ്പം അവിടെ തന്നെ ഇരുന്ന് കഴിച്ചു. അവിടെയൊക്കെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന്, ടെറസിൻ്റെ മുകളിലാണേ, ഞാൻ തറയിലത്തെ കാര്യമല്ല പറയുന്നത്. അങ്ങനെയൊക്കെ കഴിച്ചു ഒരുവിധം ഓക്കെ ആയി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ താഴെ ഇറങ്ങി വരും. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കായിരുന്നു, ഇത് കട്ട് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക്. ഇപ്പോഴെന്ന് വെച്ചാൽ പോയി മേടിക്കുക, അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ആണെങ്കിൽ ഓൺലൈനിൽ തന്നെ നമുക്ക് അരി തൊട്ട് കർപ്പൂരം വരെ വീട്ടിലെത്തിക്കും. അപ്പോൾ അതെടുത്ത് കട്ട് ചെയ്തങ്ങ് കഴിച്ചാൽ മതി. പിള്ളേർക്കാണെങ്കിൽ കട്ട് ചെയ്ത് കൊടുത്താലും ഫ്രൂട്ട്സ് ഒന്നും വേണ്ട. ചിലവർ കഴിക്കും, ചില കുട്ടികൾ കഴിക്കില്ല. അവർക്ക് ആ ഒരു ത്രില്ലില്ല എന്ന് വെച്ചാൽ നമ്മളുടെ അതേ കണക്ക് മുകളിൽ കയറി പൊട്ടിക്കുകയും ഇല്ലെങ്കിൽ താഴെ മരത്തിലാണെങ്കിൽ പിച്ചിയെടുക്കുകയും. ഇപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പം നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ഒത്തിരി മരങ്ങളും അതും ഇതുമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മാങ്ങയായാലും ചക്കയായാലും പേരയ്ക്കയായാലും എന്തായാലും നമ്മുടെ ഇഷ്ടത്തിന് അത് നല്ലതുപോലെ മൂത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്കത് എടുക്കാം. പക്ഷേ ഈ ഫ്ലാറ്റിലുള്ള ആൾക്കാർക്ക്, അതേപോലെ തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് അതിൻ്റെ ഒരു ഒരു ആവേശം എന്നല്ല പറയുന്ന, ആ ഒരു എൻജോയ്മെൻറ്റ് കുട്ടികൾക്ക് കിട്ടുന്നില്ല. കാര്യം അങ്ങനെ അവരറിയാതാവുന്നു. അങ്ങനെ ഇന്ന് മുറിച്ച് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, കാലം പോയ മാറ്റമേ, അന്നെങ്ങനെയായിരുന്നു ഇന്നിങ്ങനെ. ഇനിയിപ്പോൾ ഒരു 10-15 വർഷം അല്ലെങ്കിൽ ഒരു 20 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് എപ്പടിയാകും തെരിയാതെ. അങ്ങനെ ഒരു പേരയ്ക്ക കണ്ടുപ്പിൽ ഇങ്ങനെ പഴയ കാലം, ഏത് കാര്യം എടുത്താലും അതിലൊരു കണക്ഷൻ എന്തായാലും നമുക്ക് കാണും. സത്യം, ദൈവത്തോടും നമ്മളുടെയൊക്കെ പേരൻസിനോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പണ്ട് ഇതിൻ്റെ വിലയൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും കാലം എത്ര മനോഹരമായിരുന്നു അല്ലേ. താങ്ക് യു.